നമസ്കാരം. തലവൻ കണ്ടിറങ്ങിയിരിക്കുകയാണ്. ബിജു മോഹൻ, ആസിഫ് അലി കൂട്ടുകെട്ടില് ജിസ്ജോയ് സംവിധാനം ചെയ്ത തലവൻ എന്ന് പറഞ്ഞ പടം 24-ന് ഇറങ്ങി. പടം കണ്ടു വന്നു. ടർബോന്റെ കൂടെ ഒരു ക്ലാഷ് ഉണ്ടാവും, അല്ലെങ്കിൽ ഇത്രയും വലിയൊരു പടത്തിന്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ പറ്റൂ എന്നുള്ള ഒരു സംശയമാണ് ടർബോയ്ക്ക് നമ്മുടെ തലവന് ഉണ്ടായിരുന്നത്. തലവന് അണിയറ പ്രവർത്തകർക്കൊക്കെ, കാരണം അവർക്ക് ഡേറ്റ് പ്രശ്നമായതുകൊണ്ട് ഇനി ഇതിന്റെ അപ്പുറത്തേക്ക് ഒരു ഡേറ്റ് ശരിയാവില്ല, ഇപ്പൊ തന്നെ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ കൂടെ ഇറക്കിയതായിരുന്നു ഈ ഒരു പടം. പടം ഇറക്കി എല്ലാം ഞാൻ കുറച്ച് നാളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഒരു വലിയൊരു പടവും ഒരു കുഞ്ഞു പടവും ഇറങ്ങിക്കഴിഞ്ഞാൽ അതിൽ ക്ലച്ച് പിടിക്കുന്ന കുഞ്ഞു പടമാണ്. കാരണം ടർബോ എന്ന് പറഞ്ഞ പടം ഇന്നലെ റിലീസായപ്പോൾ ടർബോയ്ക്ക് സമ്മിശ്ര പ്രതികരണം വന്നിരിക്കണം. എന്ന് വെച്ചാൽ കുറച്ച് പേർക്ക് ഇഷ്ടപ്പെട്ടു, കുറച്ച് പേർക്ക് ഇഷ്ടപ്പെട്ടില്ല, കുറച്ച് പേര് ലോജിക്ക് നോക്കിയിട്ട് പടം കണ്ടു, അങ്ങനെ കുറച്ച് പേർക്ക് ഇഷ്ടപ്പെട്ടില്ല, അങ്ങനെ മിക്സഡ് പ്രതികരണം വന്നു തുടങ്ങി. പക്ഷേ തലവൻ എന്ന് പറഞ്ഞ പടത്തിന് എല്ലാവരും ഒരേ സ്വരത്തിൽ പറയാണ് അടിപൊളി ത്രില്ലർ എന്ന് പറഞ്ഞൊരു പടം. ട്രെയിലറിൽ നമ്മൾ കണ്ടിട്ടുണ്ട് ഇവര് തമ്മിലുള്ള ഒരു ഈഗോ ക്ലാഷും ഇവര് കേസ് അന്വേഷണവും കാര്യങ്ങളൊക്കെ ആയിട്ട് പട്ടാന്ന് പറഞ്ഞിട്ട് പോകുന്ന ആ ഒരു ട്രെയിലർ നമ്മൾ കണ്ടതാണ്. അതേപോലെയുള്ള ഒരു എന്താ പറയുക, നമ്മൾ സീറ്റിന്റെ എഡ്ജിലൊക്കെ വന്നിരുന്ന് കണ്ടുപോകും നമ്മൾ ഈ സിനിമന്റെ ഓരോ സീൻ കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ സിനിമന്റെ ആ ഒരു ഒഴുക്ക് നമ്മൾ അത്രയും ത്രില്ലിംഗ് ആയിട്ട് എൻഗേജ്ഡ് ആയിട്ട് പിടിച്ചു നിർത്തിയിരിക്കുന്ന ഒരു സിനിമയാണ് ഈ പറഞ്ഞ തലവൻ. ജിസ്ജോയ് ആർക്കും എന്താ പറയാ മനസ്സിലാവാണ്ടിരിക്കില്ല ജിസ്ജോയ് ആരാണെന്നുള്ളത്. മനസ്സിലാവാത്തവർക്ക് വേണ്ടി നമ്മുടെ ബൈസിക്കിൾ തീവ്സ് തൊട്ട് എന്തിനു പറഞ്ഞ അല്ലു അർജുന്റെ ഡബ് ചെയ്യുന്ന ആൾ ജിസ്ജോയ്, ഇപ്പൊ പുള്ളിക്കാരൻ എല്ലാവരും സുപരിചിതമാണ്. ബൈസിക്കിൾ തീവ്സ് തൊട്ട് ഇന്നലെ വരെ എന്ന് പറഞ്ഞ പടം വരെ ആസിഫ് അലിനെ വെച്ച് എടുത്ത പടങ്ങൾ ഫുൾ ഫീൽ ഗുഡ്, ഒരു നന്മ പടം എന്നുള്ള ലെവലിലാണ് നിലവിൽ എടുത്തുകൊണ്ടിരുന്നത്. അതെല്ലാം നല്ല രീതിയിൽ ജനഹൃദയങ്ങളിലോട്ട് എന്താ പറയാ ഇറങ്ങി ചെല്ലുകയും ആ പാട്ടുകളൊക്കെ നല്ല രീതിയിൽ എടുക്കുകയെല്ലാം ചെയ്തിട്ടുണ്ട്. അതാണ് ജിസ്ജോയിന്റെ ഒരു ഇതെന്ന് വെച്ചാൽ ചോര കണ്ട തലകറങ്ങുന്ന ഒരു സംവിധായകൻ, അതുകൊണ്ട് മാത്രമാണ് ഫീൽ ഗുഡ് പടങ്ങൾ മാത്രം എടുത്തുകൊണ്ട് നടക്കണം എന്നുള്ളൊരു ഇതൊക്കെ ഉണ്ടായിരുന്നതാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ വിനീത് ശ്രീനിവാസന്റെ പടങ്ങളെല്ലാം ഫീൽ ഗുഡ് എല്ലാം. അതേപോലെ തന്നെ ഈ പറഞ്ഞ ജിസ്ജോയ് ഈ ഫീൽ ഗുഡ് പടങ്ങൾ നമ്മൾ ഈ കണ്ട ജോണറിൽ ഇങ്ങനെ പടത്തിന് പോയിട്ട് പിന്നെ ഒരു ട്രാക്ക് മാറ്റി പിടിച്ചതാണ് നമ്മൾ ഈ പടം കണ്ടത്. ജിസ്ജോയ് എന്ന് പറഞ്ഞ ഒരാളുടെ അടുത്ത് നമ്മൾ പ്രതീക്ഷിക്കുന്നതിൻ്റെക്കാൾ അപ്പുറത്ത് നമ്മളെ തിയേറ്ററിൽ പിടിച്ചിരുത്തണ ഒരു സിനിമയാണ് ഈ പറഞ്ഞ തലവൻ എന്ന് പറഞ്ഞ ഒരു ക്രൈം ത്രില്ലർ പോലീസ് സ്റ്റോറി സിനിമ. അടിപൊളി ഗംഭീര മേക്കിംഗ്, പുതുമയുള്ള ഓരോ കഥാപാത്രങ്ങളും പശ്ചാത്തലവും എല്ലാം വെറൈറ്റിയാണ്. നമുക്കറിയാം നമ്മൾ പല ക്രൈം ത്രില്ലർ ആയിക്കോട്ടെ, എന്ത് സൈക്കോ പടങ്ങളായിക്കോട്ടെ, എല്ലാത്തിനും ഒരു കാരണം ഉണ്ടാവും. ആ കാരണത്തിന്റെ ആ ഒരു ഡെപ്താണ് ആ ഒരു പടത്തിന്റെ ഒരു ഇത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. വേറെ ഒന്നുമില്ല, നമ്മൾ ആ പടം അത്ര ത്രില്ലിംഗ് ആയിട്ട് കണ്ടു വന്ന് അവസാനം ഈ ഒരു കഥയില് ഒരു കഥ ഇങ്ങനെ വികസിപ്പിച്ചെടുക്കുമ്പോൾ ആ ഒരു ഫ്ലാഷ് ബാക്കിൽ ആ കഥ വെറും മോശമാണ്, അല്ലെങ്കിൽ തട്ടിക്കൂട്ട് കഥയാണ്, നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ആ പടം ചിലപ്പോൾ പരാജയപ്പെട്ടു പോകാം. പക്ഷെ അത് ഈ ഒരു പടത്തിൽ നീതി പുലർത്തി എന്ന് തന്നെ പറയാം. ഇതിനു മുമ്പിറങ്ങിയ ഓസിലർ ആയിക്കോട്ടെ, ഇതിനു മുമ്പിറങ്ങിയ അന്വേഷണം കണ്ടെത്തി, ഇതെല്ലാം നമ്മൾ ത്രില്ലറായിട്ട് നമ്മൾ കണ്ടതാണ്. കാരണം മിഥുൻ മാനുവൽ തോമസ് ഓസിലർ എടുത്തപ്പോൾ അതിന് മുമ്പ് നമ്മൾ കണ്ട അഞ്ചാം പാതിരി ആയിക്കോട്ടെ, അതിന് മുമ്പ് അന്വേഷണം കണ്ടെത്തി, ഇതൊക്കെ നമ്മൾ ത്രില്ലർ കണ്ടാണ്. പക്ഷെ ജിസ്ജോയ് എന്ന് പറഞ്ഞ ഒരു ഫീൽ ഗുഡ് മൂവി ഡയറക്ടറിന്റെ അടുത്തുനിന്ന് ഇങ്ങനെ ഒരു സാധനം വന്ന് പ്രതീക്ഷിക്കുമ്പോൾ അത് എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ളത് തന്നെയാണ്. നമ്മൾ അത് ഇങ്ങനെ കറങ്ങി ഓരോരോ ആളെ പോകുന്നു, അവിടെ ഡെഡ് എൻഡ് ഇവിടെ ഡെഡ് എൻഡ്, എന്ത് ചെയ്യുന്നറിയാൻ പറ്റാണ്ടിരിക്കുന്ന സമയത്താണ് ഈ പടം ഇങ്ങനെ പറഞ്ഞു പോകണം. നമ്മൾ അതിന്റെ കൂട്ടത്തിൽ യാത്ര ചെയ്യുക. നമ്മുടെ അന്വേഷണം കണ്ടെത്തുന്ന സിനിമയിൽ നമ്മൾ അതിൽ ഒരാളായി മാറുകയാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, അയ്യോ ഈ സിനിമ തീർന്നു പോയല്ലോ എന്ന് തോന്നിയ ആ ഒരു സെക്കൻഡിലാണ് ആ ഒരു സിനിമന്റെ വിജയം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇതിലും 100% നീതി പുലർത്തിയിട്ടുണ്ട്. പിന്നെ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ദീപക് ദേവാണ് ചെയ്തത്. അതോ അതിന്റെ കൂടെ ഇങ്ങനെ പോണ്ട അലമ്പ് പരിപാടിയൊന്നുമില്ല, അനാവശ്യ മ്യൂസിക് കയറ്റിവിടലും അങ്ങനെയുള്ള പരിപാടിയൊന്നുമില്ല. ആ പടത്തിന്റെയും ആ പടം പോകുന്ന ആ ഒരു ഫ്ലോയ്ക്ക് അനുസരിച്ച് ഈ ഒരു
ബീജിയം കൂടി ആയപ്പോൾ നമ്മൾ അതിനകത്തോട്ടായി, ആ കേസന്വേഷണത്തിലോട്ടായി നമ്മളും അത്രയും ഒരു അടിപൊളിയായിട്ടാണ് ആ ചെയ്തിരിക്കുന്നത്. ആസിഫ് അലി കൂമൻ എന്ന് പറഞ്ഞ പടത്തിന് ശേഷം പോലീസ് റോളിലെത്തുന്നതാണ് നമ്മുടെ ആസിഫ് അലി. കൂമനിലെ കോൺസ്റ്റബിൾ ആയിരുന്നു, ഇതിൽ SI ആണ്. SIയും ഒരു സർക്കിളും തമ്മിലുള്ള ഒരു തന്നെയാണ് ഈ കഥ പറഞ്ഞു പോണത്. അതിലുണ്ടാവുന്ന ഒരു മർഡർ, അതിന് പിന്നെ ചുറ്റിപ്പറ്റി നടക്കുന്ന കേസന്വേഷണം കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു പടം. എല്ലാത്തിന്റെയും അവസാനം ഒരു ഹാപ്പി എൻഡിങ് ആണ്. ഇതിലും നമുക്കൊരു ഹാപ്പി എൻഡിങ് നമുക്ക് കിട്ടുന്നതാണ്. പക്ഷെ വില്ലൻ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരാളും നമ്മൾ ആ സീനിൽ പോലും നമ്മൾ കണ്ടിട്ടില്ലാത്ത ഒരാളും കൂടി ആകുന്ന സമയത്ത് അത് ഭയങ്കര രീതിയിലുള്ള ഒരു സസ്പെൻസിലോട്ടാണ് പടം കൊണ്ടുപോകുന്നത്. എല്ലാവർക്കും ഇപ്പോൾ ഒരു സസ്പെൻസ്, ക്രൈം ത്രില്ലർ, ഒരു സൈക്കോ, ഈ പടങ്ങളൊക്കെയാണ് ആൾക്കാരെ പിടിച്ചിരുത്തുന്നതും നല്ല രീതിയിൽ സക്സസ് ആവുന്നതെല്ലാം. അങ്ങനെയുള്ളൊരു പടങ്ങളിൽ വരുമ്പോൾ അതിന്റെ കണ്ടന്റ് അടിപൊളിയാണെന്നുണ്ടെങ്കിൽ സംഗതി വേറെ ലെവലിലോട്ട് പോകും. ആസിഫിന്റെ പടത്തിന് ഞാൻ റിലീസിന് ഇത്ര ജനങ്ങത്തിരക്ക് ഞാൻ മുമ്പ് കണ്ടത് ആ ഒരു റിലീസിന് കൂമൻ എന്ന് പറഞ്ഞ പടം, അത് ജിത്തു ജോസഫിന്റെ ആ ഒരു ഇതുകൊണ്ട് പോയതാണ്, കൂമൻ ഹൗസ്ഫുള്ളായിട്ട്. ഈ പടത്തിനും ഞാൻ അങ്ങനെ കണ്ടു നമ്മുടെ തിയേറ്ററിൽ. വെളിയിൽ ചിലപ്പോൾ എല്ലാ പടത്തിനും എല്ലാ ഷോയ്ക്കും ചിലപ്പോൾ ഫുൾ ഉണ്ടാവും. പക്ഷെ ഞാൻ പോകുന്ന സമയത്ത് ആസിഫ് അലി എന്ന് പറഞ്ഞ ആളുടെ ഒരു പടം കാണാൻ ഹൗസ്ഫുള്ളായിട്ട് ഞാൻ കണ്ട ഒരു പടമാണ് ഇപ്പൊ തലവൻ എന്ന് പറഞ്ഞത്. അടിപൊളി സ്റ്റോറി, ഇതായി അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. സംഗതി എല്ലാം എന്താ പറയാ, എല്ലാം പോലീസിന്റെ ഉള്ളിൽ നടക്കുന്ന കഥയായതുകൊണ്ട് ഇതിന്റെ ക്യാരക്ടർ എന്ന് വെച്ചാൽ ബിജു മേനോന്റെ ആസിഫലിന്റെ ക്യാരക്ടർ വീട്ടിലെങ്ങനെയാണ് അങ്ങനെയാണ് ചെറിയ രീതിയിൽ കാണിച്ചിട്ട് പിന്നെ അങ്ങനെ ഇവരുടെ ലൈഫിലോട്ടാണ് കയറി കൊളുത്തി പോകുന്നത്. അത് അടിപൊളിയായിട്ട് മേക്ക് ചെയ്തിട്ടുണ്ട്. ജിസ്ജോയ് തന്നെയാണോ ഈ ഒരു പടം എടുത്തു വെച്ചിരിക്കുന്നത്. പിന്നെ പറഞ്ഞു തന്നത് ആസിഫ് അലി ആ കൂമന് ശേഷം തെരഞ്ഞെടുത്ത കുറച്ച് പടങ്ങളെല്ലാം ഫ്ലോപ്പായി പോയതാണ്. പുള്ളിന്റെ സ്ക്രിപ്റ്റ് സെലക്ഷൻ ഇപ്പോഴും എത്രത്തോളം മെച്ചപ്പെട്ടു ചോദിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റില്ല. കാരണം പുള്ളി ചിലപ്പോൾ സൗഹൃദ ബന്ധങ്ങളിലൊക്കെ ചിലപ്പോൾ പടം ചെയ്ത് കൊടുക്കുന്നുണ്ടാവും. ആ പടം ചെയ്ത് കൊടുക്കുന്നത് പുള്ളിന്റെ അത് എൻറ്റയർലി കരിയറിനെ തന്നെ ബാധിക്കുന്ന ഗുണ്ട് പടങ്ങൾ എടുക്കാതെ ഇരുന്ന് ശ്രമിച്ച് ഇങ്ങനത്തെ ഉള്ളൊരു മെച്യൂരിറ്റി കഥാപാത്രങ്ങൾ എടുത്ത് പോയി കഴിഞ്ഞാൽ അത്രയും നല്ലതായിരിക്കും. അല്ലാതെ ഫ്രണ്ട്ഷിപ്പിന്റെ പുറത്ത് ഓരോ ഗുണ്ട് പടങ്ങൾ എടുക്കുന്ന സമയത്ത് അത് എല്ലാ പ്രേക്ഷകരും ഏറ്റെടുക്കണമെന്നില്ല. ഇപ്പൊ അത്യാവശ്യം ഇങ്ങനെയുള്ള പടങ്ങൾ വരുമ്പോൾ കുടുംബ പ്രേക്ഷകരൊക്കെ കയറുന്നുണ്ട്. ഈ കാസർഗോഡ് എന്ന് പറഞ്ഞ പടമൊക്കെ ചിലപ്പോൾ എനിക്ക് തോന്നുന്നു എല്ലാ കുടുംബ പ്രേക്ഷകരും ഏറ്റെടുക്കുമോ ചോദിച്ചാൽ എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയുള്ള പടങ്ങളൊന്നും ഏറ്റെടുക്കുന്നത് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് തിയേറ്ററിൽ പരാജയമായിട്ട് പോയതും. അപ്പോൾ ഇങ്ങനെയുള്ളൊരു പടങ്ങൾ സ്ക്രിപ്റ്റ് സെലക്ഷൻ കാര്യങ്ങളെല്ലാം പക്കയായിട്ട് ചെയ്തു കഴിഞ്ഞാൽ ആസിഫ് അലി ഈസ് എ ഗുഡ് എന്താ പറയാ, നമ്മുടെ ബേസിലെ പോലെ ഒരു കുടുംബങ്ങളുടെ ഇതിലോട്ട് ഇറങ്ങിച്ചെല്ലുന്ന ഒരു നടനായിട്ട് മാറുമെന്ന് തന്നെ യാതൊരു സംശയമില്ല. പിന്നെ ബിജു മേനോൻ അയ്യപ്പനും കോശിയും കഴിഞ്ഞ ശേഷം ഒരു പോലീസ് വേഷം, അതും അടിപൊളിയായിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഇതിൽ ഏകദേശം ഡയലോഗ് ഒരു പോലീസ് യൂണിഫോമിന്റെ ഉള്ളിൽ ഡയലോഗെല്ലാം എനിക്ക് അതുപോലെ തന്നെയാണ് എനിക്ക് തോന്നുന്നത്. വലിയ മാറ്റമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ദിലീഷ് പോത്തൻ DYSP ആയിട്ടാണ്, പുള്ളി അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു പടം കഥ പറഞ്ഞ് പോയി എൻഡ് ചെയ്ത് പിന്നെ അങ്ങോട്ട് ഒന്ന് പൊങ്ങി വന്നത് സെക്കൻഡ് പാർട്ടിലേക്കുള്ള ഒരു ഫുൾ സ്റ്റോപ്പും കൊണ്ടാണ്. ടെർബോയിലും ഒരു സെക്കൻഡ് പാർട്ടിലുള്ള ഫുൾ സ്റ്റോപ്പ് വെച്ചിട്ടാണ് പുള്ളിക്കാർ എല്ലാവരും പടം എല്ലാം ക്ലോസ് ചെയ്യുന്നത്. എന്തായാലും സെക്കൻഡ് പാർട്ട് ഇത് ഗംഭീരമാണ്. ഇതിനേക്കാൾ ഗംഭീരം ആയിരിക്കണം സെക്കൻഡ് പാർട്ട് എന്ന് തന്നെയാണ് നമ്മൾ തിയേറ്ററിൽ നിന്ന് ഇറങ്ങുമ്പോൾ വിചാരിക്കുന്നത്. അതിൽ കുറച്ച് എന്താ പറയുക, നമ്മളെ കണ്ടതാണ്. പക്ഷെ ക്ലൈമാക്സ് ഈ ഒരു ഭാഗങ്ങളൊന്നും ഇല്ല, ഇത് എന്ത് പറ്റി കാണിച്ചില്ല എന്ന് പറഞ്ഞതിന്റെയൊക്കെ ഒരു ചോദ്യചിഹ്നമാണ് ക്ലൈമാക്സിലുള്ള സെക്കൻഡ് പാർട്ടിലുള്ള ഒരു ഫുൾ സ്റ്റോപ്പ്. എന്തായാലും ജിസ്ജോയിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനൊരു എന്താ പറയാ, ഇങ്ങനൊരു മാസ്മരികമായ ഒരു ഡയറക്ഷനും ഇങ്ങനെയുള്ള ഒരു സ്റ്റോറി ഇതൊക്കെ എല്ലാം നമ്മൾ കണ്ടത്. ഇപ്പോ ആ പാർട്ടി ഇനിയിപ്പോ ഞാൻ ആഗ്രഹിക്കുന്നത് വിനീത് ശ്രീനിവാസൻ ഇതേപോലെയുള്ള ഒരു സൈക്കോ പടങ്ങോ ഇതേപോലെ ക്രൈം ത്രില്ലർ പോലുള്ള സാധനങ്ങളെല്ലാം കൊണ്ടുവരണം എന്നാണ് ആഗ്രഹിക്കുന്നത്. കാരണം ജിസ്ജോയ് വന്നു കഴിഞ്ഞു, ഇനിയിപ്പോ വിനീത് ശ്രീനിവാസൻ കൊണ്ട് വന്നു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയി. എന്തായാലും പടത്തിനെ കുറിച്ച് പറയണമെങ്കിൽ പടം 5/5 കൊടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പടമാണ്. അനാവശ്യമായിട്ടൊരു തിരികെ കയറ്റലോ അനാവശ്യമായിട്ടുള്ള ഒന്നും തന്നെ ഇതിലില്ല. എല്ലാം അതിൻ്റെതായ രീതിയിൽ അവരവരുടെ സ്പേസ് കൊടുത്തിട്ട് എല്ലാം അടിപൊളിയായി ചെയ്തിട്ടുണ്ട്. മിയ ജോർജ് അത് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ജാഫർ ഇടുക്കി വരുന്നുണ്ട്. കൂമലിന് ജാഫർ ഇടുക്കി വന്നിട്ട് കുറെ നിയമോപദേശമൊക്കെ കൊടുത്തിട്ടൊക്കെ പോകുന്നുണ്ട് കള്ളനെ പോലെ. ഇതിലും പുള്ളിന്റെ ഒരു കഥാപാത്രം ഒരു ചോദ്യചിഹ്നമാണ്, എന്താണ് ഏതാണെന്നുള്ളത്. അതെല്ലാം സെക്കൻഡ് പാർട്ടിലോട്ടുള്ള ഒരു എൻട്രിക്ക് കാണിച്ചു വരുന്ന ഒരു ഫേസ് പോലെ എനിക്ക് തോന്നുന്നുണ്ട്. പടം എൻറ്റയർലി അടിപൊളിയാണ്.
നമ്മളെ പിടിച്ചിരുത്തുന്നത്, സീറ്റിന്റെ തുമ്പത്ത് പിടിച്ചിരുത്തുന്ന തരത്തിലുള്ള ആ ഒരു കേസന്വേഷണ രീതിയാണ് പോകുന്നത്. പടത്തിന്റെ ആദ്യത്തെ ഒരു അരമണിക്കൂർ കഴിഞ്ഞാൽ പിന്നെ പടം നേരെ നമ്മൾ അതിനകത്തോട്ട് കയറി ചെല്ലുകയാണ് ഇൻവെസ്റ്റിഗേഷനിലായിട്ട്. അതന്നെയാണ് ആ പടത്തിന്റെ വിജയം. അതായത് പടം നല്ല രീതിയിൽ മുന്നേറട്ടെ, കോടികൾ അടിച്ചില്ലെങ്കിൽ എല്ലാ ജനങ്ങളിലോട്ടും ഇത് എത്തട്ടെ എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. എന്നാലും ആസിഫ് അലിന്റെയും ആ ജിസ് ജോയ് ഇവരുടെ ബിജു മേനോൻ കൂട്ടുകെട്ട് ഉഗ്രനായിട്ടുണ്ട്, ഉഗ്രൻ.